രാജ്യത്തെ പ്രഥമ ദേശീയ പ്രസ്ഥാനം 2014 BJP അധികാരത്തിലെത്തിയതിനു ശേഷം കുറച്ചുനാൾ മയക്കത്തിലായിരുന്നു. പിന്നീട് ഭാരത് ജോഡോ യാത്രയിലൂടെ ഒന്നുണർന്നെങ്കിലും ശക്തമായ തിരിച്ചുവരവ് രേഖപ്പെടുത്തിയത് 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെയാണ്. BJPക്ക് മേൽ നടത്തിയ അട്ടിമറി വിജയം തന്നെയായിരുന്നു കർണാടകയിലെ ആ ജനവിധി. തെരഞ്ഞെടുപ്പിന് ശേഷം ജനകീയ സർക്കാരായി മാറാനുള്ള ശ്രമത്തിലായിരുന്നു പിന്നീട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറും. അതിനായി നിരവധി ജനകീയ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ മുഴുവൻ കണ്ണിമ വെട്ടാതെ നടപ്പിലാക്കാനും ശ്രമിച്ചു. പിൽക്കാലങ്ങളിൽ ഒട്ടനവധി തിരിച്ചടി നേരിട്ടുവെങ്കിലും ജനക്ഷേമത്തിനൊപ്പം നിന്ന സർക്കാർ എന്തുകൊണ്ട് നാളിതുവരെയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തിയില്ല എന്ന ചോദ്യം ഉയർന്നു വന്നു. ആ ചോദ്യം ഇന്ന് BJPയുടെ തുറുപ്പുചീട്ടാണ്. അതുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കറിന്റെ വാക്കുകൾ പോലും ഉദ്ധരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി വിമർശനമുയർത്തുന്നത്. മനുഷ്യക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ നിങ്ങളൊരു മനുഷ്യ ചങ്ങലയുണ്ടാക്കി. എന്നാൽ ജനങ്ങളെക്കുറിച്ചോ ജനാധിപത്യത്തെക്കുറിച്ചോ INC കർണാടക സർക്കാരിന് ഒരു ആശങ്കയുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ആദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുമായിരുന്നു. അധികാരത്തിൽ വന്നതിന് ശേഷം അവർ അടിസ്ഥാനപരമായ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. എന്തുകൊണ്ട്? നിങ്ങൾ അധികാരത്തിൽ വന്നതുകൊണ്ട് പ്രാദേശിക സർക്കാരുകളെ അവഗണിക്കണമെന്നാണോ അതിനർത്ഥം? എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റു വാക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ അവ ഇപ്രകാരമാണ്. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം പ്രമാണിച്ച് ഞായറാഴ്ച കർണാടക സർക്കാർ സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങലയിലായിരുന്നു കുമാരസ്വാമിയുടെ പരിഹാസം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥ ഭരണത്തേക്കാൾ പ്രചാരണമാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു. മനുഷ്യക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ മറവിൽ നിങ്ങളൊരു മനുഷ്യ ചങ്ങല രൂപീകരിച്ചുവെന്നും INC കർണാടക ഗവൺമെന്റ് ജനാധിപത്യത്തോട് ഒരു ആശങ്കയും കാണിക്കുന്നില്ല എന്നും അങ്ങനെ ചെയ്താൽ ആദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തണമായിരുന്നുവെന്നും അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. അധികാരത്തിൽ വന്നതിന് ശേഷം ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സ്തംഭങ്ങൾക്കായി ജില്ലാ, താലൂക്ക്, പഞ്ചായത്ത് തലങ്ങളിലും BBMPയിലും അവർ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രം വിധാനസൗധയ്ക്ക് ചുറ്റും പരേഡ് നടത്തുമ്പോൾ പ്രാദേശിക സർക്കാരുകളെ അവഗണിക്കണമെന്നാണോ അതിനർത്ഥം? സിദ്ധരാമയ്യ സർക്കാർ 1 വർഷത്തിലേറെയായി അധികാരത്തിലുണ്ടെന്ന് കുമാരസ്വാമി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. 1 വർഷവും 4 മാസവും. എന്നിട്ടും സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു. നിങ്ങളുടെ ജനാധിപത്യവും ജനാഭിമുഖ്യവുമുള്ള സമീപനവും പരസ്യങ്ങളിൽ മാത്രം തിളങ്ങുന്നതായി തോന്നുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥ ഭരണത്തേക്കാൾ പ്രചാരണമാണ്, കുമാരസ്വാമി പറഞ്ഞു. വിയോജിപ്പുള്ള ശക്തികളെ അടിച്ചമർത്തുന്നത് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ തത്വങ്ങളോടുള്ള വഞ്ചനയാണ്. മനുഷ്യ ചങ്ങലയിലൂടെ ജനാധിപത്യം സംരക്ഷിക്കാനാകുമോ? നികുതിദായകരുടെ പണം ദുരുപയോഗം ചെയ്യുന്നത് ജനാധിപത്യത്തിന് അലങ്കാരമാണോ? ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക, യഥാർത്ഥ ജനാധിപത്യ ശൃംഖല ശക്തിപ്പെടുത്തുക, അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമത്വം, ഐക്യം, സാഹോദര്യം, പങ്കാളിത്ത ഭരണം എന്നിവയുടെ പ്രതീകമായി 2500 കിലോമീറ്റർ നീളമുള്ള ചരിത്രപരമായ മനുഷ്യച്ചങ്ങല രൂപീകരിച്ച് കർണാടക ഞായറാഴ്ച അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം ആചരിച്ചിരുന്നു. നിത്യജീവിതത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച ബഹുസ്വരത ആഘോഷിക്കണമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മനുഷ്യച്ചങ്ങലയുടെ ഉദ്ഘാടന വേളയിൽ വിധാനസൗധയിലെ ഗ്രാൻഡ് സ്റ്റെപ്പുകളിൽ സംസാരിക്കുകയും ചെയ്തതാണ്. 1949 നവംബർ 25 ഡോക്ടർ BR അംബേദ്കറുടെ പ്രസംഗം പരാമർശിച്ച് സാമ്പത്തികവും സാമൂഹികവുമായ ജനാധിപത്യം കൈവരിച്ചാലേ യഥാർത്ഥ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അർത്ഥവത്താകൂവെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇന്ത്യയിൽ അസമത്വം നിലനിൽക്കുന്നിടത്തോളം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് യഥാർത്ഥ പ്രാധാന്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞതുമാണ്. എന്നാൽ മാസങ്ങൾക്ക് മുൻപേ തന്നെ ഗ്രാമ, നഗര, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ച് ഉടൻ തീരുമാനമെടുക്കണമെന്ന് കർണാടകയിലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ GS സംഗ്രഹി പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഇന്നും ഇക്കാര്യങ്ങളിൽ നീക്കുപോക്കുണ്ടായിട്ടില്ല എന്നത് സർക്കാരിന് തിരിച്ചടി തന്നെയാണ്. വൻ ഭൂരിപക്ഷത്തിലെത്തിയ കോൺഗ്രസ് സർക്കാർ ഇപ്പോൾ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ നെട്ടോട്ടമോടുകയാണ്. ചില വാഗ്ദാനങ്ങൾ പിൻവലിക്കേണ്ടി വരുമോ എന്ന ആശങ്ക പങ്കുവെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളും പ്രചരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് വൈകുന്നത് രാഷ്ട്രീയ ആയുധമാക്കാൻ BJP തുനിഞ്ഞിറങ്ങിയാൽ ഒരുപക്ഷെ കർണാടക സർക്കാരിന്റെ അടിതെറ്റും.